CPIM നേതാവ് MM ലോറൻസിന്റെ അന്ത്യയാത്രയ്ക്കിടെ എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനിരിക്കെ MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് തടഞ്ഞു. ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് പ്രതിഷേധിച്ച ആശ ലോറൻസിനെയും മകൻ മിലൻ ലോറൻസിനെയും ബന്ധുക്കൾ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത്. മൃതദേഹം തൽക്കാലം വൈദ്യപഠനത്തിന് വിട്ടു നൽകരുതെന്നും മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. MM ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ടൗൺ ഹാളിലാണ് മക്കൾ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. മതാചാരപ്രകാരം ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യവുമായി മകൾ ആശ ലോറൻസ് രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മരണശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന ലോറൻസിന്റെ ആഗ്രഹമായിരുന്നുവെന്ന് മൂത്ത മകൻ സജീവനടക്കം പറഞ്ഞിരുന്നു. അച്ഛന് ഇങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നുവെന്ന് ഇന്നലെ മകൾ ആശ ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് പൊതുദർശനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആശ ഹൈക്കോടതിയെ സമീപിച്ചു. മതാചാരപ്രകാരം മൃതദേഹം മറവ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇതോടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇതിനിടെ ടൗൺ ഹാളിലെത്തിയ ആശ മൃതദേഹമടങ്ങിയ പേടകത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും CPMനെതിരായി മുദ്രാവാക്യം വിളിച്ചതും പ്രതിഷേധത്തിനിടയാക്കി. ആശയുടെ ബന്ധുക്കൾ ലോറൻസിന്റെ മൃതദേഹത്തിനടുത്ത് നിന്ന് ആശയെ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും മകൻ ഇടപെട്ടതോടെ പ്രശ്നം രൂക്ഷമായി. സ്വന്തം ഇഷ്ടപ്രകാരമല്ല ആശ പ്രവർത്തിക്കുന്നതെന്ന് മൂത്ത സഹോദരൻ ML സജീവൻ. ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്സും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വേർഡ്സും സെന്റൻസും പാരഗ്രാഫും അത് കണ്ടന്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. മൃതദേഹ പേടകത്തിനടുത്ത് നിന്ന് ആശയെ നീക്കം ചെയ്തതോടെ ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചു. ടൗൺ ഹാളിൽ വെച്ച് തനിക്കും മകനും മർദ്ദനമേറ്റതായി ആശ പറഞ്ഞു. ഉപദ്രവിച്ചത് അടുത്ത പാർട്ടിക്കാരായിരിക്കുമല്ലോ. അല്ലാണ്ട് പാർട്ടിക്കാർ ഒരു 2-3 സ്ത്രീകൾ എന്റെ പുറകിൽ വന്നിട്ട് എന്റെ മുതുകത്തൊക്കെ തട്ടാനും കുത്താനൊക്കെ നോക്കി. പിന്നെ എന്റെ മോനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 1-2 പേര് അവന്റെ കാലിൽ ചവിട്ടി ചെവിയിൽ നിന്നെ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞു. വൈദ്യപഠനത്തിന് മൃതദേഹം കൈമാറണമെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നതായി മൂത്ത മകൻ ആവർത്തിച്ചു. രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം ടൗൺ ഹാളിലെത്തി ലോറൻസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടില്ല എന്നാണ് CPM നിലപാട്. എന്നാൽ ലോറൻസിനെ പോലെ തലമുതിർന്ന തൊഴിലാളി നേതാവിന്റെ മൃതദേഹം തർക്കത്തിൽപ്പെട്ട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കും സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യമാണ്. നിലവിലെ പ്രശ്നങ്ങളിൽ രമ്യമായ പരിഹാരത്തിന് പാർട്ടി നേതൃത്വം മധ്യസ്ഥത വഹിക്കില്ലെന്ന ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നതിൽ ഇപ്പോഴും ആശങ്ക നിഴലിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.